ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ആയിരുന്നു ഇന്നലെ രാത്രി സംഭവിച്ചത്. പക്ഷെ ഇന്നലെ രാത്രി ആയതുകൊണ്ട് എനിക്കിതിനെ കുറിച്ച് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിനുശേഷം ഈ പുറത്തുനിന്ന് വന്നവരുടെ സത്യത്തിൽ ഈ സീസണിൽ നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് സീസൺ 7 എവിക്റ്റ് ആയവരുടെ ഗെയിമാണ് അവിടെ ഉണ്ടായിരുന്നവരെക്കാൾ വലുതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് ഈ ആഴ്ച എവിക്റ്റ് ആയി പോയവർ തിരിച്ചു വന്ന് കളിച്ച ആ ഒരു കളി, ഇനി ഈ എവിക്റ്റായി പോയവരെല്ലാം തിരിച്ച് വീണ്ടും പുറത്തിറങ്ങുമല്ലോ. നിങ്ങളൊക്കെ ഈ പുറത്തുനിന്ന് അകത്തോട്ട് കയറിയത് നിങ്ങളുടെയൊക്കെ ആ ഒരു പേരുകളൊക്കെ ഈ കട്ടപ്പ പേര് കുട്ടപ്പയാക്കാനും പിന്നെ അങ്ങോട്ട് മറ്റ് പല പേരുകളും കുത്തിത്തിരിപ്പ് പേരുള്ളവരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അങ്ങോട്ട് വൈറ്റ് വാഷ് ചെയ്ത് ഇനി അങ്ങോട്ട് നല്ല ജീവിതം ജീവിക്കാം എന്ന് കരുതിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേറി കാണിച്ചതാണ് ഏറ്റവും വലിയ നാറിയ കളി. അമ്മാതിരി ചീപ്പ് കളിയായിപ്പോയി. ഇതുപോലൊരു റിയാലിറ്റി ഷോ കണ്ടിട്ട് നമ്മൾ ഇത്രയും ടെമ്പേർഡൊന്നും ആവണ്ട, ഇത്രയും എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് തോന്നും. പക്ഷേ ഇവരും ഒക്കെ ഈ ഒരു സീസൺ ഈ ഒരു ഹൗസിനകത്ത് റീ എൻട്രി കിട്ടി വന്നിട്ട് എങ്ങനെ തോന്നുന്നത്? നിങ്ങളൊക്കെ പറയുമല്ലോ ഒരു പെണ്ണാണ് പുറത്ത് ജീവിതമുണ്ട് എന്ന്. അതേ കണക്ക് ഈ പറയുന്ന പുറത്തെ PR-ന്റെ ഒരു കാര്യവും അറിയാത്ത ഒരു പെണ്ണ് തന്നെയാണ് ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പൊ ഉള്ളത്, അനുമോള്. ഈ അനുമോളെ ഇത്രയും സപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അകത്ത് കയറിയത് പോലെ ഉള്ളൂ. പക്ഷെ ഇനിയിപ്പം നമ്മളൊക്കെ അല്ലെങ്കിൽ ആര് എത്ര ജെനുവിൻ ആയിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്താലും അവർ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. അനുമോള് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രവുമല്ല, അത്രത്തോളം വൃത്തികെട്ട ഒരു രീതിയിലേക്ക് ഒരു നെഗറ്റീവ് ഒരു ഡീഗ്രേഡിങ് ഒരു സൈബർ ബുള്ളിങ്ങിന് നിങ്ങൾ എല്ലാവരും കൂടി അവരെ ഇട്ടുകൊടുക്കുന്നതൊക്കെയാണ് എനിക്കിപ്പോൾ തോന്നിയത്. ഏതായാലും ശരി, ഇന്നലെ നടന്നത് ഇപ്പോ ബിന്നി എങ്ങാണ്ട് ഇന്നലെ രാത്രി ലൈവില് പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ആദിലെ എവിക്റ്റ് ആയത് അത് അനുമോള് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ ശക്തി പോലെ ഉണ്ട്, അങ്ങനെ എന്തോ. ശരിക്കും പറഞ്ഞാൽ മൊത്തം ഒന്നും ഇരുന്ന് കണ്ടില്ല. കാരണം ഇന്നലെ രാവിലെ തൊട്ട് ലൈവൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ഇത്രയൊക്കെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ ഈ സമൂഹത്തിൽ ഇത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കും എന്ന് തോന്നുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നലത്തെ ആദിലയുടെ എവിക്ഷനും നൂറയുടെ നാടകവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അനുമോൾക്ക് എന്ത് സംഭവിച്ചു, അനുമോളെ കൊത്തിപ്പറിക്കാൻ വേണ്ടിയിട്ട് കുറെ പേര് പുറത്തുനിന്ന് കയറി വന്നിട്ട് അവരുടെ നാടകം പൊളിഞ്ഞതും എല്ലാം നമുക്ക് ഇന്നലെ ലൈവിൽ കാണാമായിരുന്നു. നിങ്ങൾ ഇന്നലെ രാത്രി ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി കിട്ടുമായിരുന്നു. അപ്പോൾ ഏതായാലും ശരി, സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സംഭവം ആദിലയും നൂറയും ശൈത്യയും ഒക്കെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഷോയൊക്കെ കാണിച്ചപ്പോഴത്തേക്കും പതുക്കെ ഇറങ്ങി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഞാൻ കരുതി ശൈത്യ ആദ്യമേ വന്ന് കെട്ടിപ്പിടിക്കുമെന്ന്, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ശൈത്യക്ക് അങ്ങനെ പോലും കെട്ടിപ്പിടിക്കാൻ നാണം ഉണ്ടായിരുന്നു. അപ്പൊ ആദിലയാണ് സത്യം പറഞ്ഞാൽ, ആദിലയ്ക്ക് ഈ പട്ടിയെ പോലെ പിന്നാലെ നടക്കുന്ന ഡയലോഗ് അടിക്കുമല്ലോ, എന്തുകൊണ്ട് പട്ടിയെ പോലെ പിന്നാലെ നടക്കുന്നു എന്ന് വെച്ചാ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൊരു കാര്യം എന്ന് വെച്ചാല്, അനുമോളുടെ കൂടെ നിന്നാലേ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റൂ. അത് PR ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ആ ഒരു സർവൈവലിന് വേണ്ടിയിട്ട് ആദില നന്നായിട്ട് കളിക്കുന്നുണ്ട്. അല്ലാതെ ഒരു തരി സൗഹൃദം ആദിലയ്ക്കോ നൂറയ്ക്കോ അനുമോളോടില്ല. ഇനി ആദില വന്ന് കെട്ടിപ്പിടിച്ചു, നൂറ വന്ന് കെട്ടിപ്പിടിച്ചു, ശൈത്യയെ വാ അനുമോള് വിളിക്കുന്നതൊക്കെ പറഞ്ഞ് ശൈത്യയും വന്ന് കെട്ടിപ്പിടിച്ചു. അതിനുശേഷം സത്യത്തെ അനുമോളെ കൊണ്ട് പറയിപ്പിക്കണം, ശൈത്യക്ക് പറയിപ്പിക്കണം താനൊരു കട്ടപ്പയായിരുന്നില്ല എന്ന് അനുമോളുടെ വായിന്ന് വരണം. അതെടുത്ത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ മറ്റേ ശൈത്യ ഇതിനകത്തോട്ട് കയറിയിരിക്കുന്നത്. പക്ഷെ പറയില്ല, അനുമോൾ അത് പറയില്ല. കാരണം വെച്ചാൽ അനുമോൾക്ക് അറിയില്ലല്ലോ. അനുമോൾ ആ ബിഗ് ബോസ് ഹൗസിൽ നടന്ന കാര്യങ്ങളെ വിളിച്ചു പറയുന്നുള്ളൂ. അനുമോൾക്ക് അതേ അറിയൂ, അനുമോൾ അത് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അന്ന് ശൈത്യ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർത്ത് നോക്കുവാണെങ്കിൽ നമ്മളിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്ന പേരാണ് കട്ടപ്പ. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ലാലേട്ടന്റെ ഒക്കെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ശൈത്യ ഒരു ദിവസം ഒറ്റയ്ക്കിരുന്ന് കുറേ നേരം ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചു. ഒരു പ്രകടനം, ഒരു ഷോ. അന്ന് അപ്പാനി വന്നിട്ട് തുണിയെടുക്കാൻ വന്ന അപ്പാനി വന്നിട്ട് ശൈത്യ എടുത്ത് വന്നിരുന്നത് വരെ ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലും സത്യം പറഞ്ഞാൽ ശൈത്യയുടെ ആ ഒരു ടോക്ക് കേൾക്കുമ്പോൾ നമുക്ക് ശൈത്യ എന്തൊക്കെയാ ഈ പറയുന്നേ, കിളി പോയാ എന്ന് വരെ നമ്മൾ ചോദിക്കും. എന്ന് വെച്ചാൽ ശൈത്യക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എവിക്റ്റ് ആവോ. അത് മാത്രമല്ല, ആദ്യത്തെ 1 മാസത്തോളം ശൈത്യ ഒട്ടും തന്നെ ആക്റ്റീവ് ആയിരുന്നില്ല. ആ കാര്യം തന്നെ അനുമോള് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുക, നീ എന്തെങ്കിലും ആക്റ്റീവ് ആകുക എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അനുമോൾ അത് പറഞ്ഞത്. അതുപോലും അങ്ങനെ പറഞ്ഞാൽ എന്തോ നെഗറ്റീവ് ആകും എന്ന് പറഞ്ഞിട്ട് ശൈത്യ തന്നെയാണ് വളച്ചൊടിച്ചത്. ഇതിനും ഒക്കെ ശേഷം ഇന്നലെ രാത്രി ഈ ആദില പറഞ്ഞ ടിഷ്യൂ പേപ്പറിലെ നമ്പർ എഴുത്ത് അല്ലേ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുകയും, ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് പരിചയപ്പെടുന്ന ഒരു PR അവരുടെ നമ്പർ കാണാപ്പാടം പഠിച്ച് ടിഷ്യൂ പേപ്പറിനകത്ത് എഴുതി ചുരുട്ടിക്കൂട്ടി ആതിരയുടെ കയ്യിൽ കൊടുക്കാൻ അനുമോളം തോന്നുന്നു അത്രയ്ക്ക് ബോധമില്ലാത്തൊരു ഒരാളാണോ?
ഏതായാലും ശരി, അത് അച്ഛന്റെ നമ്പറോ അല്ലെങ്കിൽ അനുമോളുടെ നമ്പറോ കണ്ടാണ്, സ്വന്തം നമ്പറാണെന്ന് കണ്ടാ പറഞ്ഞത്. അത് മാത്രമല്ല, അതേപോലെ ആദിലയുടെ ഫോൺ നമ്പറും ഇതേ കണക്ക് ടിഷ്യൂ പേപ്പറിൽ എഴുതി തനിക്ക് തന്നിട്ടുണ്ട്. ഇവർ തമ്മിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൽ നല്ലതും മോശവും ഉണ്ട്. കാരണം ഒരു വ്യക്തി, ഒരു പേഴ്സണെ സംബന്ധിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും നല്ലതും മോശവും ഉണ്ട്. അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിക്കും സിറ്റുവേഷനും അനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരെയൊക്കെ വിലയിരുത്തുന്നതും നമ്മൾ വിലയിരുത്തപ്പെടുന്നതും. അപ്പം ഇന്നലെ ആ ഒരു കാര്യം നൂറയും ആദിലയും കൂടെ പരസ്പരം ഇരുന്നത് ഞാൻ ആ തമ്പിനകത്ത് കറക്റ്റ് കാണിച്ചു. ക്യാമറയുടെ കീഴിൽ വന്നിരുന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം പറഞ്ഞ് ന്യായീകരിക്കുകയാണ് അനുമോളുടെ കാര്യം. ഇവര് ഈ കുക്ഡ് അപ്പ് സ്റ്റോറീസ് കുറെ ഈ ആദിലയും നൂറയും ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ക്യാമറയ്ക്ക് മുന്നിൽ പറയാറുണ്ട്. അതിന്റെ ഒരുവിധമൊക്കെ ബിഗ് ബോസ് കേൾപ്പിക്കാറുമുണ്ട്. പക്ഷെ കേൾപ്പിക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് കാണിക്കും ക്യാമറയുടെ കീഴിൽ വന്നിരുന്ന് തന്നെയാണ് പറയുന്നതേ എന്നിങ്ങനെ ബിഗ് ബോസ് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇന്നലെ തോന്നിയ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാലേ, ഇന്നലെ ഇവരുടെ ഈ വലിയ സൗഹൃദത്തിന്റെ സംഭവങ്ങളൊക്കെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അതൊക്കെ ഈ പറഞ്ഞ നിനക്ക് BB+ലൊക്കെ കാണിക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാലേ, ഇത് നിങ്ങൾ അത്ര ഇമ്പാക്റ്റ് ആയിട്ട് കാണേണ്ട എന്ന് ബിഗ് ബോസ് തന്നെ കാണിച്ചതുപോലെ ഉണ്ട്. പിന്നെ ആദിലയുടെ ആ ഒരു എവിക്ഷന് ശേഷം നൂറ വാ തുറന്ന് എന്തൊക്കെ സംസാരിക്കുന്നു എന്നുള്ളത് ഞാൻ നോക്കി നടക്കുകയായിരുന്നു. അക്ബറിന്റെ അടുത്ത് പോയി ഇരുന്ന് അനുമോളെ കുറിച്ച് അത്രയും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ആലോചിക്കേ, അതില് പോയതിന്റെ വിഷമം പോലും ആ കുട്ടിയുടെ മനസ്സിലൊന്നുമില്ല. അപ്പോഴും എങ്ങനെയെങ്കിലും അക്ബർ അനുമോളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അക്ബർ എന്ന് പറയുന്നത് അനുമോൾക്ക് നേർ ഓപ്പോസിറ്റ് ആയിട്ട് മത്സരിക്കുന്ന മത്സരാർത്ഥിയാണ് എന്ന് നല്ല ബോധ്യമുള്ള നൂറ ആ ബോധ്യം വെച്ചുകൊണ്ട് തന്നെ അനുമോൾക്കെതിരെ പറഞ്ഞു കൊടുക്കുകയാണ്. അതുവരെ ആദിലയുടെ കൂടെ ഇരുന്നായിരുന്നല്ലോ നൂറ ഇത് ഇത്രയും സംസാരിച്ചത്, ക്യാമറ കേൾക്കാൻ, ഓഡിയൻസ് കേൾക്കാൻ. പക്ഷെ ആ ആദിലയുടെ മിസ്സിങ്ങിൽ അനുമോളെ കുറിച്ച് ക്യാമറയിൽ കേൾക്കുന്ന തരത്തിൽ തന്നെ അക്ബറിനോട് പോയി ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേൾക്കുന്ന അക്ബർ ഉറപ്പായിട്ടും അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് നോർമലാണ്. അക്ബറിനെ അതിനകത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല. അക്ബർ അതെല്ലാം കേട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ഉറങ്ങാനായിട്ട് കിടക്കുന്ന സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് നൂറ പറയുന്നുണ്ട്, അയ്യോ എല്ലാരും വന്ന് ചോദിച്ചു ഓക്കെ ആണോ എന്ന്. പക്ഷേ അനുമോളും ഷാരൂഖായും ചോദിച്ചില്ല. എന്ത് ഇനിയും ചോദിക്കണമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അനുമോളെ ഒരുപാട് പേര് അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരു വലിയൊരു ശക്തി എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഒരു സപ്പോർട്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അനുമോളും തകർന്നു പോകും. പിന്നെ അനുമോൾ എന്തായാലും തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും 1-2 ദിവസമേ ഉള്ളൂ. ഈ 2-3 ദിവസം ശ്വാസം അടക്കി പിടിച്ചിരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് അവരവിടെ ഇരിക്കുന്നത്. ആദിലയും നൂറയും എനിക്ക് വളരെ ഇഷ്ടമുള്ള 2 പേരായിരുന്നു. അത് തുടക്കം തൊട്ടേ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അനുമോളുടെ ആ ഒരു കൂട്ടുകെട്ടിൽ വന്നപ്പോഴത്തേക്കും ശൈത്യയുടെ സൗഹൃദം നമുക്ക് തുടക്കം തൊട്ടേ ഒരു കല്ലുകടി പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദിലയും നൂറയും അതുപോലെ തന്നെ ആദിലയും അനുമോളും തമ്മിലുള്ള സൗഹൃദം ഭയങ്കര ഒരു കോംബോ ആയിരുന്നു. ഈ ഒരു സീസണിൽ കണ്ടിരിക്കാൻ കുറെ നല്ല മൊമെന്റുകൾ അവർ രണ്ടുപേരും ചേർന്ന് നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഈ പറയുന്ന ജെന്യുവൻലി എപ്പോഴെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത് വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി മാത്രമേ ഉള്ളൂ. അനുഭവിച്ചത് ഈ പറയുന്ന അനുമോൾ ആയതുകൊണ്ട് അനുമോൾ ഇത് പുറത്തിറങ്ങി ഇതെല്ലാം കാണുമ്പോൾ ഇവരെ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എങ്കിലും ആദിലയും നൂറയും ഈ എപ്പിസോഡുകൾ കാണുക, പുറത്തെ കമന്റ്സ് കാണണ്ട, വീഡിയോസ് കാണണ്ട, കട്ട് പാർട്സുകൾ ഒന്നും കാണണ്ട. നിങ്ങൾ ജെനുവിൻലി എപ്പിസോഡ് കാണുക, എപ്പിസോഡുകളും BB+ഉം കാണുക. എന്തായാലും നിങ്ങൾക്ക് ലൈവിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ അത് കാണുക. അതിനുശേഷം വിലയിരുത്തുക ശൈത്യ ആരാണ്, അനുമോൾ ആരാണ്. ഏതായാലും അനുമോൾ അടിപൊളിയാണെന്ന് ഞാൻ പറയുന്നില്ല, ശൈത്യ വെറും മോശമാണെന്നും അല്ല പറയുന്നത്. പക്ഷെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഈ ഒരു യാത്രയിൽ ശൈത്യ എന്താണ് ചെയ്തത്, ശൈത്യ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സൈബർ ബുള്ളിങ്ങിൽ, അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് എന്ന് പറയാൻ പറ്റത്തില്ല, ഈ കട്ടപ്പ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പം ഈ ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾ എന്ത് ചെയ്താലും, ഇപ്പൊ ബിന്നിക്ക് നിങ്ങളിട്ട പേരാണ് കുത്തിത്തിരിപ്പ്, ബിഗ് ബോസ് ഹൗസിനകത്ത് ഇട്ട പേരാണ് കുത്തിത്തിരിപ്പ്. ആ പേര് തന്നെ ബിന്നിക്ക് പുറത്തിറങ്ങിയപ്പോ കിട്ടി. ഇന്നലെ രാത്രി സരികയും ബിന്നിയും ശാരികയും ബിൻസിയും ശൈത്യയും എല്ലാം കൂടി ഇരുന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, ഇവരെല്ലാവരും പുറത്തുനിന്ന് അനുമോളെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് കാണാപ്പാടം പഠിച്ചു വന്ന കാര്യം അവിടെ എടുത്തിട്ടപ്പോൾ അവിടെ ആ ഒരു വീഡിയോ കാണിച്ച്, അവിടെ ആ സൗഹൃദം കാണിച്ച് ആദില പോയി കെട്ടിപ്പിടിച്ചപ്പോൾ എല്ലാവരും അത് കണ്ട് സന്തോഷിച്ചു എന്ന് പറഞ്ഞതിന് സരിക പറഞ്ഞ വാക്കുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ കുത്തിത്തിരിപ്പുണ്ടാകാൻ വേണ്ടി വന്നതാ, നമ്മൾ ഇതിനകത്ത് വന്നത് അനുമോളെ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ളത് അവർക്ക് മനസ്സിലാവത്തില്ലേ, പ്രേക്ഷകർക്ക് മനസ്സിലാവത്തില്ലേ എന്ന് പറഞ്ഞ സരികയും ബിന്നിയും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറയുന്നതും ഞങ്ങളൊക്കെ കാണും ലൈവിലൂടെ എന്നവരാരും ചിന്തിച്ചില്ല. അപ്പോൾ എനിവേ ഇതൊരു വല്ലാത്ത ഒരു എപ്പിസോഡായി, അല്ലെങ്കിൽ വല്ലാത്തൊരു സീസൺ ആയിട്ട് അവസാനിക്കുകയാണ്. ഇതേ കണക്കൊരു അവസാനം മറ്റൊരു സീസണിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല.
ഇത്രയും എന്ന് വെച്ചാൽ ഒരു ആളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കുറെ എണ്ണം തിരിച്ചു കയറി വന്ന് ഇവിടെ ഉണ്ടായിരുന്നതിലും വലിയ എനിക്ക് ബിൻസിയുടെ ഷോ എന്ന് വെച്ചാൽ ബിൻസി വെറും ബോറായി പോയി. എനിക്ക് അത്രയ്ക്ക് വെറുപ്പ് തോന്നിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. മസ്താനി അടുത്തുള്ള ബിൻസിയുടെ സംസാരമൊക്കെ ഈ ബിൻസിക്ക് ശരിക്കും ഒരു യോഗ്യതയില്ല. ബിൻസി ഇവിടെ ചീപ്പായിട്ട് തന്നെയാണ് ഇവിടെ നിന്നത്. വളരെ മോശം ഗെയിമർ ആയിരുന്നു ബിൻസിയും ശൈത്യയും എല്ലാം ഒരു ലെവലിലാണ്. അവരൊക്കെ ഔട്ടായി പോകുമെന്ന് നമുക്ക് തുടക്കമേ അറിയാം. കാരണം അവർക്കൊന്നും വലിയൊരു ഇത് കൊടുക്കാനില്ല. ബാക്കി കുറെ പേരൊക്കെ നന്നായിട്ട് കളിച്ച് ഫൈറ്റ് ചെയ്ത് ഇപ്പം ആര്യനും ജിസയിലും ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് പോസിറ്റീവായിട്ട് ബിന്നിയെ വരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബിന്നിക്ക് വരെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഉണ്ട്. എത്ര തവണ ബിന്നിയൊക്കെ ഈ ക്യാപ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ബിന്നിയൊക്കെ എത്രയോ നന്നായിട്ട് ആ ഒരു മോർണിംഗ് ടാസ്ക് ആയിക്കോട്ടെ, നോമിനേഷൻ. പക്ഷെ ബിൻസിയും ശൈത്യവും അതിനകത്തൊന്നും ഒരു ക്വാളിറ്റി ഞാൻ കണ്ടിട്ടില്ല. എനിവേ ആദില എവിക്റ്റ് ആയി. അതിനുശേഷം എന്തായാലും ശരി, അനുമോളുടെ അടുത്തേക്ക് ന്യൂറയ്ക്ക് വരാൻ ഒരു എൻട്രി ഇപ്പം വരെയും ബ്ലോക്ക്ഡ് ആണ്. ഇനി ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ഈ ഒരു സീസണിന്റെ ഏറ്റവും ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതാണ് ലൈവിൽ ഏറ്റവും ലാസ്റ്റ് വരാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. സോ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ബൈ.